ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ ഓൺലൈൻ ഫ്രീ ഹെയർ എക്സസറീസ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഒരു 3 ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. അതിൽ കുറച്ച് ഐറ്റംസ് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും പഠിക്കുന്നില്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ഐറ്റംസ് നിങ്ങൾ ക്ലാസ്സിലേക്ക് ആവശ്യമുള്ളൂ. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ എൻഡ് ബീഡാണ്. എൻഡ് ബീഡ് എന്ന് പറയുന്നത് ഒരു ട്യൂബ് ഡ്രോപ്പിൻ്റെ ആകൃതിയിലുള്ളത്. രണ്ടാമത്തേന്ന് പറയുമ്പം ഇതാ ജാസ്മിൻ ഫ്ലവറാണ്. ജാസ്മിൻ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇതാ ജാസ്മിൻ ഫ്ലവർ നമുക്ക് പല ആകൃതിയിലുള്ളതും പല കളറിലുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് അതിനേക്ക് ആവശ്യം വരുന്ന ഒന്നാണ് ഇതാ ഇലാസ്റ്റിക് വയർ. ഇലാസ്റ്റിക് വയർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വലിയുന്ന ഒരു വയറാണ്. ഇലാസ്റ്റിക് വയർ എന്ന് പറയുന്നത് വലിയുന്ന വയറാണ് ഇലാസ്റ്റിക് വയർ. കണ്ടോ, ഇതിങ്ങനെ വലിയ നമുക്ക് കുട്ടികൾക്കെല്ലാം മാല ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വലിയുന്ന വയറാണ് ഇത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നത് ഇതാ ഇതുപോലെയുള്ള ഗിൽറ്റഡ് ട്യൂബാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്ന സാധനമാണ് പശ. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പശ. ഇത് 7000 പശയാണ്. ഇതായിരിക്കും ഏറ്റവും നല്ലത്, ഏറ്റവും ബെറ്റർ ഇതായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ 9000 വരുന്നുണ്ട്. അപ്പം പിന്നെ നമുക്ക് ഹെയർ എക്സസറീസ് ക്ലാസ്സിലേക്ക് ആവശ്യം വരുന്നതാണ് ഫെൽറ്റ് ഷീറ്റ്. ഫെൽറ്റ് ഷീറ്റിൻ്റെ ഇത് വൈറ്റ്, ബ്ലാക്ക് എല്ലാ കളറും നമുക്ക് കിട്ടും കേട്ടോ വാങ്ങാൻ. പിന്നെ ഇത് ഗിൽറ്റർ ഷീറ്റാണ്. ഈ ഗിൽറ്റ് പോലെയുള്ളത് ഗിൽറ്റർ ഷീറ്റാണ്. അതല്ല നമുക്ക് വേണ്ടത് ഫെൽറ്റ് ഷീറ്റാണ്. ഞാൻ നേരത്തെ കാണിച്ചത് അതാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വരുന്ന സാധനമാണ് റിബൺ. റിബൺ എന്ന് പറയുമ്പോൾ ഇത് 1/2 ഇഞ്ചിൻ്റെ റിബണാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് 1 ഇഞ്ചിൻ്റെ റിബണും കിട്ടും. പിന്നെ നമുക്ക് ഹെയർ ബാൻഡ് ആണ് ആവശ്യമുള്ളത്. അതും 3 ടൈപ്പ് ഓഫ് ഹെയർ ബാൻഡ് ഉണ്ട്. ഇത് സാറ്റിൻ ഹെയർ ബോ. ഇതിലെല്ലാ കളറും നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇത് വയർ ബോ. ഇതിലും നമുക്ക് ഏകദേശം സിൽവർ, മെറ്റൽ, അതുപോലെ ഗോൾഡ്, അങ്ങനെയുള്ള ഒരു വകയുള്ള കളറുകളെല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇതും സിൽവർ, മെറ്റൽ, ഗോൾഡ്, ബ്ലാക്ക് എല്ലാം കിട്ടും കേട്ടോ. റോസ് എല്ലാം കിട്ടാറുണ്ട് ഇതിലും. അപ്പം ഈ ഹെയർ ബാൻഡ്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വരുന്ന ഐറ്റംസ് ആണ് പേഴ്സ്. പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സ് എടുക്കുക. ഹെയർ ബോക്കും ഇതിനുള്ള ആവശ്യമുള്ള ഇഷ്ടമുള്ള പേഴ്സ് എടുക്കുക. പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മോഡൽസ് പേഴ്സ് ഉണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചിരുന്നത് ഏകദേശം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയാസ് കിട്ടാൻ വേണ്ടി 2-3 എണ്ണം മാത്രം കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേളുകൾ നമുക്ക് കിട്ടും. പല മോഡലുകൾ പേളുകളും നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേളുകളും എടുക്കാം. ഇത്രയാണ് നിങ്ങൾക്ക് ഫ്രീ ഓൺലൈൻ കോഴ്സിനേക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഫ്രീ ഓൺലൈൻ കോഴ്സിൻ്റെ ഐറ്റംസ് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് വരുന്നത്. പിന്നെ എന്താണ് ഒരുപാട് ഐറ്റംസ് നമ്മൾ ജ്വല്ലറി മേക്കിങ് അതുപോലെ തന്നെ ഹെയർ എക്സസറീസ് എല്ലാം മിക്സ് ആയിട്ട് വരുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിൽ 2 മാസത്തെ കോഴ്സാണ് വരുന്നത്. 1200 രൂപ ഫീസാണ് വരുന്നത്. അതിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ ഡയറക്റ്റ് ഞാനുമായി സംസാരിച്ച് ഒരു ക്ലാസ് വർക്ക് പോലെ നിങ്ങൾക്ക് പോകാൻ പറ്റും. നല്ലൊരു ക്ലാസ് വർക്ക് പോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റും. എൻ്റെ കൂടെ സംസാരിച്ച് ഡയറക്റ്റ് എന്ത് ഡൗട്ടും കാര്യം എല്ലാം എന്നോട് ചോദിച്ച് മനസ്സിലാക്കി നല്ലൊരു ക്ലാസ് വർക്കായിട്ട് പോകാൻ പറ്റും. അതും 2 ഗ്രൂപ്പുകളായിട്ട് 2 ഇതായിട്ട് എന്താ പറയുക വാട്സപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. കുട്ടികളെ പ്രത്യേകം മനസ്സിലാക്കാനും കുട്ടികൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു ക്ലാസ്സാണ്. മാത്രമല്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ 2 മാസത്തെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പാദസരം, മാല, കൈച്ചേന്, വള, നെറ്റിച്ചൂട്ടി എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണ് വരുന്നത്. ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ഇതെല്ലാം ആക്കാൻ പഠിക്കുന്ന രീതിക്കാണ് പോകുന്നത്. ഒരിക്കലും നഷ്ടമാവില്ല. അപ്പം താല്പര്യമുള്ളവർ അങ്ങോട്ടേക്ക് വരാം. ഇതിന് പഠിച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമുക്കും പരസ്പരം ഒന്ന് പരിചയപ്പെടും എല്ലാം ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ. ക്ലീൻ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതേപോലെ 2 വയർ പോയാൽ നല്ലത്. വയർ പോയാൽ ഇവിടെ പശയാക്കി കൊടുക്കാം. പശയാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഇപ്പോൾ മുത്തലൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എനിക്ക് ഇതിന് പകരം കല്ല് വെച്ച് കൊടുക്കാൻ താല്പര്യം അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാ ഇതിന് പശയാക്കി കൊടുക്കാം. പശയാക്കി കൊടുത്തിട്ട് മുത്തലൈസ് വെച്ച് കൊടുക്കാം. മുത്തലൈസ് ഇതുപോലെ മുത്തലൈസ് വെച്ച് കൊടുക്കാം. ഇത് വയർ പോയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ വെക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ മുത്തലൈസ് വെച്ച് കൊടുക്കാം. മുത്തലൈസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇതേപോലെ വെച്ച ശേഷം ഇതാ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഇത് നമ്മൾ ലെവലാക്കി കൊടുക്കണം. നല്ല ശ്രദ്ധിച്ചോ. കാരണം ഇത് പറഞ്ഞു വെച്ചാൽ ഒറ്റ കമ്പിയിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഇവിടെ കുറച്ച് നല്ലോണം പശയാക്കി കൊടുക്കാം. പശയാക്കി കൊടുത്ത ശേഷം നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ മുത്തുകൾ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുത്തന്നെയാണ് ഫുള്ളായിട്ട് ഇരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ക്രിസ്റ്റൽ ബീഡ് ഇല്ലവരെ ഇപ്പോൾ ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡും അല്ലാത്ത ബീഡും ഇല്ലവർ എന്താക്കാം ഒരു ഹെയർ ബോയിലേക്ക് ക്രിസ്റ്റൽ ബീഡ്, ഒന്നിലേക്ക് ക്രിസ്റ്റൽ അല്ലാത്ത ബീഡ്. ഇനിയിപ്പോൾ 2 പേള് വെച്ച് ചെയ്യുന്നവർക്കാണ് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് 2 പിന്നെ ഹോൾ വരുന്ന പേള് വരുന്നുണ്ടല്ലോ, പിന്നെ ഡബിൾ ഹോൾ വരുന്ന പേള്, റോസ് എല്ലാം വരുന്നുണ്ട്, ഫ്ലവർ എല്ലാം വരുന്നുണ്ട്. അപ്പം അങ്ങനെ വെച്ച് ചെയ്ത് കൊടുക്കാം, വിഷയമില്ല. ഇതേപോലെ ഇനി അടുത്ത ഹെയർ ബോ എടുക്കാം. അടുത്ത ഹെയർ ബോ എടുത്തിട്ട് നമ്മൾ ഇത് എവിടെ നിന്നോ തുടങ്ങി ഒന്ന് കറക്റ്റ് നോക്കാം. അടുത്ത ഹെയർ ബോ എടുക്കാം. ഹെയർ ബോ എടുത്തിട്ട് ഇത് തുടങ്ങിയെടുത്ത് തന്നെ അടുത്തതും തുടങ്ങാം. അടുത്തത് പശ കുറച്ച് നമ്മൾ ആ ഹെയർ ബോയിലേക്ക് പിന്നെ മുത്തലൈസ് ഒട്ടിച്ചതിനെക്കാട്ടി കുറച്ച് അപ്പുറത്തോട്ടേക്ക് നിന്നോട്ടെ. ആപ്പിളിനെക്കാട്ടി കുറച്ച് നമ്മൾ അതിലേക്ക് ഇപ്പം ആപ്പിൾ ഒട്ടിച്ച് കൊടുത്തില്ലേ, അതിനെക്കാട്ടി കുറച്ച് അപ്പുറത്തോട്ടേക്ക് ഇതിൻ്റെ പോയിക്കോട്ടെ. എന്നിട്ട് ഇതേപോലെ ആദ്യം മുത്തലൈസ് ഒട്ടിച്ച് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ വർക്ക്. നല്ല സ്റ്റൈലായിരിക്കും, കാണാനും സ്റ്റൈലായിരിക്കും, സിമ്പിളായിരിക്കും വർക്ക്. ഇതേപോലെ മുത്തലൈസ് ഒട്ടിച്ച് കൊടുക്കുക. അതിനേക്കാട്ടി കുറച്ച് അപ്പുറത്തോട്ടേക്ക് മുത്തലൈസ് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ കട്ട് ചെയ്യാം.
കട്ട് ചെയ്യാം. എന്നിട്ട് ബീഡ് നമ്മൾ ഇനി ഏതാണോ ബീഡ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ബീഡ് ഇട്ട് കൊടുക്കുക. ബീഡ് ഇടുന്ന സമയത്ത് കുറച്ചധികം പശയാക്കി കൊടുത്തു. പക്ഷേ ഓൾറെഡി ഇവിടെ ഉണ്ട്, എന്നാൽ കുറച്ചും കൂടെ ആക്കി കൊടുത്താൽ വീട് ഒന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതായത് ഇപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തു, ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മുത്ത് ലേസ് വെച്ച് ചെയ്തത് ഇത് ഇപ്പം എന്താ രണ്ടും കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ രണ്ടും ഇങ്ങനെ വെച്ച ശേഷം ഒരുമിച്ചാക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂട്ടിയിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്ത് നമ്മൾ എൻ്റെ ടാപ്പ് ഉണ്ടല്ലോ, എൻ്റെ ടാപ്പ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. എൻ്റെ ടാപ്പ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. എൻ്റെ ടാപ്പ് എടുക്കാം, ഇതിൻ്റെ പശ കളഞ്ഞെടുക്കാം. ഇതിൻ്റെ പശ കളഞ്ഞെടുക്കട്ടെ. ഇതിൻ്റെ പശ കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ടാപ്പ് വെക്കുന്നതിന് മുമ്പ് രണ്ട് ഭാഗവും ഹെയർ ബാൻഡിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ ഫസ്റ്റ് വെക്കുക കേട്ടോ. ഒരുപോലെ ആക്കി കൊടുക്കാം, ഒരുപോലെ വെച്ച് കൊടുക്കാം, ഒരുപോലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ പശ ഒട്ടിച്ചാലില്ല, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പശ ഒട്ടിച്ച ഭാഗം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ എടുത്ത് ഇതാക്കുന്ന സമയത്ത് കളയാനുള്ള ചാൻസ് ഉണ്ടാവും. ഒന്ന് കറക്റ്റാക്കി കൊടുത്താൽ മതി, വിഷയമില്ല, കറക്റ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ സലാം ഫോണിൻ്റെ സൗണ്ട് കുറച്ചിരുന്നു. ഇതേപോലെ പിന്നെ ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി കറക്റ്റായിട്ട് ആക്കി കൊടുത്ത ശേഷം ഇവിടെയും ഇത്ര വരെ മുത്തിലേസ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഇപ്പോൾ എത്രയാണ് വരുന്നത് അതുവരെ മുത്തിലേസ് ഒട്ടിച്ചു കൊടുക്കുക. മുത്തിലേസ് ഒട്ടിച്ചു കൊടുക്കുക. മുത്തിലേസ് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ മുത്തിലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ മുത്തിലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്താക്കാം, ഇവിടെ നമുക്ക് ഇത് കറക്റ്റായിട്ട് വരണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ചെയിനിൻ്റെ അടുക്ക് ഇത് വിട്ടു പോകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ളതിൽ ചിലപ്പോൾ ഒട്ടിപ്പിടി ഇതാവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി ഇവിടെ ഈ നമ്മൾ ഇത് വരുന്നില്ലേ, ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ പിന്നെ ഹെയർ ഇത് രണ്ടിടത്തേക്കും പശയാക്കി കൊടുക്കാം. രണ്ടിടത്തേക്കും നല്ലോണം പശയാക്കി കൊടുക്കാം. പിശുക്ക് കളിക്കാതെ പശയാക്കി കൊടുത്തു. പശയാക്കിയ ശേഷം ഇത് പശയാക്കി കൊടുത്ത ശേഷം ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതേപോലെ വെക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ വെക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കാം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ പിടിക്കാം കേട്ടോ. ഇത് ഒരുമിച്ച് പിടിച്ച ശേഷം ഇതേപോലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടില്ലാന്ന് വിചാരിക്കേണ്ട, പിന്നെ എന്നിട്ട് സിമ്പിളായിട്ടൊരു പരിപാടിയാണ്. ഒട്ടിച്ച് കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗത്ത് ഇത് കറക്റ്റായിട്ട് പിടിച്ച ശേഷം ഒട്ടിച്ച് കൊടുക്കുക. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ബാക്കി വരുന്ന സ്ഥലത്ത് നമുക്ക് ഇഞ്ചി ടേപ്പ് ചുറ്റി കൊടുക്കാം. അത് നമ്മൾ ഈ രണ്ട് ഹെയർ പോയി തമ്മിൽ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇങ്ങനെ ഇഞ്ചി ടേപ്പ് ചുറ്റുന്നത്. എന്നിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുക. കറക്റ്റ് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ പശ ആക്കിയാടും ഇവിടെ പിടിച്ചില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല കേട്ടോ. ഒട്ടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നിന്നോളൂ. ഒന്ന് പശ തേച്ചിട്ട് തന്നെ കറക്റ്റ് കൊടുക്കണം ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതാണ് നമ്മളെ ഹെയർ ബോ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫോണിൽ കാണുന്നതിനെക്കാട്ടി ഡയറക്റ്റ് കാണാൻ തന്നെയാണ് കേട്ടോ സ്റ്റൈൽ വരുന്നത്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാലയും കൂടി പഠിക്കാം. സിമ്പിളായിട്ട് തന്നെ ഒരു മാലയും കൂടെ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബോൾ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ബോൾ ചെയിൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പുറത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ
കുറച്ച് ഇതേപോലെയുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മുത്തുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബോൾ ചെയിൻ കിറ്റിൽ കിട്ടിയ ബോൾ ചെയിൻ പിന്നെ ആർക്കും സെയിൽ ചെയ്യാൻ പാടില്ല, കാരണം നല്ല കളർ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ട് ചെയ്യാട്ടോ. ഇത് നമ്മൾ എന്ത് സാധനവും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പം ഗോൾഡ് കളറെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയിൽ തന്നെ വാങ്ങിയിട്ട് കൊടുക്കണം. ഇതെല്ലാം നമ്മൾ സിമ്പിളായിട്ട് കിറ്റിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യത്തിനുള്ള സാധനം എന്ന് പറയുമ്പോൾ കുറേ ക്വാളിറ്റി ഉള്ളതൊന്നും ഉണ്ടാവില്ല. കാരണം ക്വാളിറ്റിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും കിറ്റ് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല. അതിലിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി നല്ല റേറ്റ് തോന്നുന്നുണ്ടാവും. പക്ഷേ ഹോള് മാറിപ്പോയി കുട്ടികളെ, ഹോള് മാറിപ്പോയി. സത്യം പറഞ്ഞാൽ ഇത് ഇതിൽ കയറില്ല. അപ്പോൾ നമുക്ക് അതിനോടുള്ള പരീക്ഷണം നിർത്താം. നമുക്ക് അടുത്തത് നോക്കാം. വെറുതെ നമ്മൾ റിസ്ക് എടുക്കുന്നത്, വലിയ ഹോളിൻ്റെ അതെടുക്കാം. വെറുതെ എന്തിനാണ് എന്താ ഇതേപോലെയുള്ള നിങ്ങൾക്ക് ഇതിലേക്ക് ലോക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഏകദേശം ഇത് എന്തായാലും ഒരു ചെറിയ ഗ്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കൊടുത്താൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പിന്നെ ഇതിന് ഇത് വെക്കേണ്ടതെന്ന് അറിയുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമില്ലാന്ന് കേട്ടോ. മറ്റേ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ വരുന്ന എന്ത് മുത്ത് ഇതിൻ്റെ ഇടയിൽ മുത്തിട്ട് കൊടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഇങ്ങനെ മാത്രം മതി. ഞാൻ ഇതിലേക്ക് എങ്ങനെ വെക്കാമെന്ന് മനസ്സിലാവാൻ മാത്രം, ഇതിലേക്ക് എങ്ങനെയാണ് കൊളുത്ത് വെക്കാമെന്ന് മനസ്സിലാവാൻ മാത്രം. അപ്പം ഇതേപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഗിയർ വയർ ഇനി എന്താക്കാം, ഇതേപോലെ ചുറ്റാം. നമ്മൾ ഈ മെത്തേഡ് വേറൊരു സ്ഥലത്ത് യൂസ് ആക്കി തന്നിട്ടാ. നമ്മൾ മറ്റേ ഇതിൽ ഞാനില്ലേ പെരുന്നാൾക്ക് എൻ്റെ മക്കൾക്ക് ഇതും കൊണ്ട് മാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പണ്ട് കാര്യമില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കറുത്ത് പോയിട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കിറ്റിൽ കിട്ടിയ ഈ സാധനം റേറ്റ് കുറഞ്ഞതാണ് ഉണ്ടായത്. എന്നാലും ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഒരു സാധനം നമ്മൾ ഓർണമെൻറ്റ്സിൻ്റെ ഒരു സാധനം എന്താക്കണം ഉപയോഗിക്കാതെ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാൻ പാടില്ല. എല്ലാ സാധനവും നമ്മൾ ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് ജെൻഗ്രിങ്സ് ഇവിടെ ജെൻഗ്രിങ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ജെൻഗ്രിങ്സ് എടുത്തിട്ട് കൂടി വരാം കേട്ടോ. ഇതേപോലെ ചുറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാവുന്ന തന്നെ ഇല്ലല്ലോ. നോക്കി, ഇതിപ്പോൾ മനസ്സിലാവുന്ന തന്നെ ഇല്ലല്ലോ. മനസ്സിലാവാൻ പാടില്ല. നമ്മൾ ഞാൻ ഈ മാലയെല്ലാം കാണിച്ച് തന്ന സമയത്ത് ചില മാലയെല്ലാം കാണിച്ചു തരുന്ന സമയത്ത് അധികം ആൾക്കാരും ചുറ്റിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ആക്കി വെക്കുന്നത്, അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഈ ജെൻഗ്രിങ്സ് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം അത് നേരെ തിരിച്ചിട്ടും ഇതേപോലെ കമ്പി ഇതേപോലെ ഇട്ടിട്ട് കൊണ്ടുവരാം കേട്ടോ. അതിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ ചെയ്യുന്നത് ഓരോരോ പേളിൻ്റെയും ഉള്ളിലൂടെ ഇപ്പോൾ ഒരു പേൾ ഇപ്പോൾ വിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലം ഉണ്ടാവില്ലേ, അതിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ മതി. എന്നാൽ തന്നെ അങ്ങനെ മനസ്സിലാവുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ ലേസിലും വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോരോ സ്റ്റോൺ ലേസിൻ്റെ ഉള്ളിലൂടെ നല്ല വലിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി. ബാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നമുക്കിത് പിന്നെ മറ്റേ നമ്മളെ ഇതുണ്ടല്ലോ, ഇതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി കേട്ടോ. ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇടാനാണെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തർക്കം കുട്ടികളെ ഇതിൽ. എന്നിട്ട് ഇതേപോലെ തന്നെ അപ്പുറം കൂടെ നമുക്ക് ഇതാക്കിയെടുക്കുക. ഇതൊരു കുഞ്ഞ് മാലയാവും. നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ അതേപോലെ 2 ലെയർ ആക്കാൻ പറ്റും കേട്ടോ. നമ്മൾ മറ്റേ ചെയ്ത പോലെ അതിന് മാച്ചാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇതൊരു കുഞ്ഞ് മാലയാവും. പിന്നെ ഇവിടെയും അതേപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഫസ്റ്റ് ചുറ്റുന്നതിൽ 2 പ്രാവശ്യം ചുറ്റാം. എന്നിട്ട് മേലോട്ടേക്ക് ഓരോരോ പ്രാവശ്യം ഓരോരോ മുത്തിൻ്റെ ഉള്ളിലേയും കൂടെ ഓരോരോ പ്രാവശ്യം ചുറ്റിയിട്ട് വരാം. ചുറ്റിയിട്ട് വന്നിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അതിലേക്കൊരു ജംഗ്രിങ്സ് ഇട്ട് കൊടുക്കാം. ജംഗ്രിങ്സ് ഇട്ട് കൊടുത്ത സമയത്ത് അതേപോലെ അത് തിരിച്ചിട്ടും ചുറ്റിയെടുക്കുക. തിരിച്ചിട്ട് അതേപോലെ തന്നെ ചുറ്റിയെടുക്കുക. ഇത് നമുക്ക് പിന്നെ മറ്റേ വേറൊന്നിനും ഇങ്ങനെ നമ്മൾ ഹോൾസിലെ ചെന്നൊന്നും ഇങ്ങനെ ചുറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ ഈ ഹോൾസ് വരാത്ത ചെയിന് ചെയ്യുമ്പോൾ അതിനിപ്പം നമ്മൾ സ്റ്റോൺ ലേസിന് ഇങ്ങനെ ഒറ്റ ലെയർ ആക്കുന്നെങ്കിലും ഇങ്ങനെ തന്നെ ചുറ്റിയെടുക്കുക. അത്യാവശ്യം നമ്മൾ ഇത് ഇതാക്കാനും വേണ്ടിയിട്ട് എന്താണ് കൊളുത്ത് വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു കൊളുത്തും വെച്ച് കൊടുക്കുക. നമ്മുടെ മാല റെഡിയായി. നമ്മളൊരു കുഞ്ഞി മാല, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞി മാല, ഒരു കുഞ്ഞി മാല ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് മാല. അപ്പം മാലയും ഒരു ഹെയർ ബാൻഡ് വന്ന് ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ 2 കാണാൻ നല്ല സ്റ്റൈലുള്ള സാധനം തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ചെറിയ കുട്ടികൾക്കെല്ലാം ഇടാൻ വെച്ച മാലയാണ്. പക്ഷേ ഇത് സെയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കണം, കറുത്ത് പോകും. അപ്പോൾ നല്ല സാധനം നോക്കിയിട്ട് സെയിൽ ചെയ്യുക. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫ്രീ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ കോൺടാക്റ്റ് നമ്പറായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിന് ജോയിൻ ആവാം. പിന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആ കോൺടാക്റ്റ് നമ്പറായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ചാനൽ പ്രൊമോട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.